ഒച്ചിൻ്റെ ആദ്യത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. ഒച്ച് ദ സ്നെയിൽ. അത്രയും പതുക്കെ ഞാൻ സംസാരിക്കുകയുള്ളൂ. വേണമെങ്കിൽ 1.25 അല്ലെങ്കിൽ 1.5 1.75 അല്ലെങ്കിൽ 2x അല്ലെങ്കിൽ 5x അതിലിട്ട് കണ്ടോളൂ. അന്ന് അത്രയും പതുക്കെ, പക്ഷെ കണ്ടൻറ്റ് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അതിൽ ഞാൻ ഗ്യാരണ്ടി, ഒച്ചിൻ്റെ ഗ്യാരണ്ടി. മനസ്സിലായോ? ഇന്നത്തെ വിഷയം, ഇപ്പോൾ ഒരു സംഭവം നടന്ന് തീർന്നിട്ടേ ഉള്ളൂ. എവിടെ? ആന്ധ്രാപ്രദേശിൽ പുഷ്പ 2 ഇറങ്ങിയപ്പോൾ. അത് കണ്ടിട്ടും കേട്ടിട്ട് പോലും ഇവർ പഠിക്കുന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. എന്താന്ന് വെച്ചാൽ, നമ്മുടെ രാം ചരൺ RRR അഭിനയിച്ചില്ലേ? രാം ചരൺ RRR അഭിനയിച്ച ശേഷം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആന്ധ്രയിൽ നല്ലൊരു സൂപ്പർ സ്റ്റാർഡമുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പുതിയ പടം വരുന്നുണ്ട്. ജനുവരി 10 റിലീസ്. ഗെയിം ചേഞ്ചർ. നമ്മുടെ ശങ്കറാണ് ഡയറക്ഷൻ. ഏത് ഇന്ത്യൻ 2 ലാസ്റ്റ് എടുത്തില്ലേ? ആ ശങ്കർ. ഇന്ത്യൻ 3 വരുന്നതിന് മുമ്പ് ശങ്കറിൻ്റെ നല്ലൊരു പടമായിരിക്കണം, എന്നാലേ ഇന്ത്യൻ 3 വിജയിക്കുള്ളൂ. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പുഷ്പ 2-ൽ ഇവർ കഴിച്ച കോപ്രായങ്ങളൊക്കെ കാരണം പാവം ഒരു സ്ത്രീയുടെ ജീവൻ പോയി. കുട്ടികൾക്ക് അപകടം. സംഭവം എന്താണെന്ന് വെച്ചാൽ, നാളെ മറ്റന്നാളോ 250 അടി കട്ടൗട്ട് വയ്ക്കാൻ പോകുന്നുണ്ട്. എത്രയാ? 250 അടി കട്ടൗട്ട് രാംചരന് വേണ്ടി ഗെയിം ചേഞ്ചറിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായി സ്ഥാപിക്കാൻ പോകുന്നു. ഇതിൻ്റെ പ്രൊഡ്യൂസർ 50 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ചെയ്യാൻ പോകുന്നത്. അത് സ്ഥാപിക്കുക മാത്രമല്ല, ഹെലികോപ്റ്ററിൽ കൂടെ പുഷ്പ വർഷമൊക്കെ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. വിജയവാഡയിലെ ചെയ്യാൻ പോകുന്നത് എനിക്കറിയില്ല, അത് കണ്ടുപിടിക്കണം. പക്ഷേ ഇതിന് മുമ്പ് കഴിഞ്ഞ വർഷം സലാർ ഇറങ്ങിയപ്പോൾ പ്രഭാസിന് ഇതുപോലെ കസ്റ്റൗട്ട് വെച്ചിരുന്നു. പക്ഷെ അത് 230 അടിയായിരുന്നു. 230. ഇത് 250. ഇനി അടുത്തത് പുഷ്പ 3 വരുമ്പോൾ 300-ന് ആൾക്കാരിക്കും നമ്മുടെ അല്ലു അർജുൻ. പക്ഷേ ഇനി അത് വയ്ക്കുമ്പോൾ ഈ 250-ഒക്കെ വെച്ചോട്ടെ കട്ടൗട്ട്. അത് വയ്ക്കുമ്പോൾ ഇവരൊന്ന് ശ്രദ്ധിക്കണ്ടേ? ഇപ്പോഴല്ലേ ഒരു മനുഷ്യതപ്പോൾ ആള് പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങുക. ആര്? നമ്മുടെ പുഷ്പ 2 അല്ലു അർജുൻ ഗാരു. രാംചരൺ ഒന്ന് സൂക്ഷിക്കണം. നിങ്ങൾക്ക് ആർക്കെങ്കിലും രാംചരനെ പരിചയമുണ്ടെങ്കിൽ ഒന്ന് പറയണം. ഒച്ച് ഇങ്ങനെ പറഞ്ഞു എന്ന്. പറയുമോ? പറയണം. കാരണം ഒച്ച് എല്ലാവരുടെ നന്മകളാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്ത. ഒച്ച അറിഞ്ഞ ഉടനെ നിങ്ങളെ എത്തിക്കുന്നു എന്ന് മാത്രം. ഇതുപോലെയുള്ള കൗതുകരമായ അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗായ കണ്ടൻറ്റ് ഒച്ച് വീണ്ടും വരും. നിങ്ങളെല്ലാവരും ഒച്ചിൻ്റെ ഈ ചാനൽ ഒന്ന് പരിപോഷിപ്പിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യണം. അതിന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, പിന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് നന്നായിട്ട് ഇട്ടോളൂ. നല്ല കമൻ്റ് ഇടൂ. നല്ല കമൻ്റ് ഇടുന്നവർക്ക് ഞാൻ പാരിതോഷികമായിട്ട് എൻ്റെ അനുഗ്രഹം തരുന്നതായിരിക്കും. ഒച്ചിൻ്റെ അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടമാനം കാശ് കിട്ടും. മനസ്സിലായോ? ഇതുപോലെ രസകരമായിട്ട് ഒച്ച് വീണ്ടും വരാം. ഒച്ചിനെ നിങ്ങൾ മറക്കരുത്. ഒച്ചിനെ സ്നേഹിക്കുക. ഒച്ച് കി ജയ്. അപ്പോൾ ഇപ്പം ഞാൻ പോകുന്നു. വീണ്ടും ഞാൻ വരും കേട്ടോ. ഒച്ച് നടക്കട്ടെ.